ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി നോക്കിയാലോ? നല്ല ടേസ്റ്റിലുള്ള കൂർക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കൂർക്കയൊക്കെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് നമ്മൾ മെഴുക്കുവരട്ടിക്കായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെക്കാം. അതിലേക്ക് ചെറിയുള്ളി ചതച്ചതും ചില്ലി ഫ്ലേക്സും മുളക് പൊടിയും അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, നന്നായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കൂർക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കൂർക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതിലേക്ക് കുറച്ച് ഉപ്പോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ കൂർക്ക ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചല്ല കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഇടയ്ക്ക് ഇതുപോലെ തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ അടുക്കി പിടിക്കുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നമ്മൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ പോലും അത് ഇതുപോലെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കണം, എന്നാലാണ് കൂർക്കൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ഒന്ന് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളിത് തട്ടിപ്പൊത്തി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കൂർക്കയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. ഇതിൽ വെള്ളം ഒഴിച്ചൊന്നും കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂർക്കയൊക്കെ നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഈ കൂർക്കയെല്ലാം കൂടെ നമുക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂർക്കയൊക്കെ നല്ല പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂർക്കയൊക്കെ നന്നായിട്ട് ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും. എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കൂർക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും അതിൽ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കരുത്. ഇതുപോലെ ആവിയിൽ തന്നെ അതങ്ങ് കുക്കായി വന്നോളും. ഓവറായിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കൂർക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.